ബിഗ് ബോസ് 7ാം സീസണിൽ ആദ്യത്തെ ആഴ്ചത്തെ മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മത്സരം തുടങ്ങി 4ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് വീട്ടിൽ കാര്യമായിട്ടുള്ള കോലാഹലങ്ങൾ തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കരുത്തരായ സ്ത്രീ മത്സരാർത്ഥികളാൽ സമ്പന്നമാണ് എന്ന് തന്നെയാണ്. പുരുഷ മത്സരാർത്ഥികൾക്കൊപ്പം പിടിച്ചു നിൽക്കാനും അതിന് മുകളിലേക്ക് പോകാനും അവർക്ക് സാധിക്കുന്നുവെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ട രേണു സുധി, ഗിസീൽ, അനുമോൾ, ബിന്നി തുടങ്ങിയവർക്കുമൊക്കെയും ആരാധകർ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കഴിയും തോറും ബിഗ് ബോസ് കൂടുതൽ രസകരമായി മാറുകയാണ്. അതിനിടയിൽ ചില വിവാദങ്ങളും ഉടലെടുക്കുന്നുണ്ട്. എല്ലാ ബിഗ് ബോസ് സീസണിലും കാണാൻ കഴിയുന്ന അത്തരം വിവാദങ്ങൾക്ക് ഇക്കുറിയും വലിയ മാറ്റമൊന്നുമില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇത്തവണ പലരുടെയും പ്രഥമ ലക്ഷ്യം രേണു സുധിയെ തുടക്കത്തിൽ തന്നെ പുറത്താക്കുക എന്ന് തന്നെയാണ്. അതിനിടയിൽ ഗായകൻ കൂടിയായ അക്ബർ പറഞ്ഞ ചില വാക്കുകളും വലിയ രീതിയിൽ വിവാദവുമായി മാറി. രേണു സുധിയെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചത്. ഒരു ടാസ്കിനിടെയായിരുന്നു ഇത്. രേണു അക്ബറിനെ വേട്ടപ്പെട്ടി എന്നും വിളിച്ചു. എന്നാൽ രേണുവിനെതിരായ അക്ബറിന്റെ പരാമർശത്തിൽ കടുത്ത വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. എന്തായാലും അക്ബർ ഇതിനെ മാപ്പ് പറയുമെന്ന് തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷയുള്ളത്. എന്തായാലും ഇവിടെ ഗ്രൂപ്പിസത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അത് ആരോടെന്ന് വെച്ചാൽ അനു അപ്പാനിയോടാണ് ഈ ഒരു ഗ്രൂപ്പിസത്തെ ചോദ്യം ചെയ്തത്. പക്ഷെ അപ്പാനി ശരത്ത് പറയുന്നത്, ഞങ്ങൾ ഗ്രൂപ്പ് ഒന്നുമല്ല കളിക്കുന്നത്, നമ്മളിവിടെ ആ 4 പേരിൽ ഒരാളെ എങ്കിലും പുറത്താക്കണം, അതിന് വീട്ടിലെ ആളുകളെ എല്ലാം പിടിച്ചു നിർത്തി കളിക്കാം, അതിൽ എന്ത് ഗ്രൂപ്പിസമാണ് ഇരിക്കുന്നതെന്നും നിങ്ങൾ പെണ്ണുങ്ങളെ എല്ലാം ഒരു പാഠം പഠിപ്പിക്കണം എന്നായിരുന്നു അപ്പാനി പറയുന്നത്. അക്ബറും അപ്പാനിയും അഭിയും ഒക്കെ ലക്ഷ്യം വെച്ചത് ഷാനവാസിനെ പുറത്താക്കാനാണ്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് നടത്തിയത്. ഓമന പേര് കൊടുക്കണം എന്നായിരുന്നല്ലോ ടാസ്കിൽ പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലാത്തിലും ഒരു ലിമിറ്റ് ഉണ്ട്. രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചത്. അത്രയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിൽ പോലും. മറ്റുള്ളവർക്കും ഇക്കാര്യത്തിൽ എതിർപ്പ് അക്ബറിനോടുണ്ട്. എല്ലാവരും ഒന്ന് അകന്നു നിൽക്കുകയാണ്. രേണുവിന് അത് വല്ലാതെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ മാപ്പ് പറയാമെന്നാണ് ക്യാമറ നോക്കി പറഞ്ഞത്. ടോക്സിക് ഫീലാണ് രേണുവിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് അക്ബർ പറയുന്നത്. ഇതിൽ അക്ബർ രേണുവിനോട് സംസാരിക്കുക തന്നെ വേണം. അക്ബറിന് ഇന്നത്തെ ദിവസം വളരെ മോശം തന്നെയാണ്. എന്തായാലും അപ്പാനിക്കും അക്ബറിനും മറ്റുള്ളവർക്കൊക്കെ ഇനിയുള്ള തടസ്സം അനീഷും ഷാനവാസുമാണ്. അവരെ പുറത്താക്കാൻ എല്ലാ വഴികളും നോക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് അവർക്ക് എല്ലാവർക്കും നല്ലത്. ഇന്ന് അനു ഗ്രൂപ്പ് കളിയെ കുറിച്ച് ചോദ്യം ചെയ്തിരുന്നു. അപ്പാനി പറഞ്ഞത് ഒരു ടാസ്കിന് വേണ്ടി മാത്രമാണ് എന്നാണ്. ഗിസയിലൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ആളാണ്. രേണുവും കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ് കളിക്കുന്നത്.